എംബ്രിയോളജി ഓഫ് ചിക്ക്, ഗ്യാമേറ്റ്സ്, ഓവുലേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് എഗ് ഫോർമേഷൻ. ഡെവലപ്മെന്റൽ സ്റ്റഡീസിൽ വളരെ ഇംഫസിസ് കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ കോണ്ടസ്റ്റ് ആണ് ചിക്കിൻ്റെ ഡെവലപ്മെൻറ്റ്. ഈ സെഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിലിമിനറി ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യപ്പെടുന്നത്. ചിക്കൻ ഈസ് വെരി ഐഡിയൽ ഫോർ എംബ്രിയോളജിക്കൽ സ്റ്റഡീസ്. എക്സ്റ്റെൻസീവായിട്ട് എംബ്രിയോളജിക്കൽ സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഓർഗാനിസമാണ് ചിക്ക്. എന്തുകൊണ്ടാണ് ഇതിനെ അത്രയും എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒന്ന്, ഇതിൻ്റെ ഹാച്ചിങ് പീരീഡ് ആണ്. വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. 20 തൊട്ട് 21 ദിവസം ഒക്കെയാണ് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിലൊക്കെ വളരെ ഈസി ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ടൈം ഒന്നും കൂടുതൽ എടുക്കത്തില്ല. പിന്നെ എഗ്ഗിൻ്റെ സൈസ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എഗ്ഗ് ത്രൂ ഔട്ട് ഇയർ നമുക്ക് കിട്ടും. മോസ്റ്റ് ഓഫ് ദി ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ക്യാൻ ബി ഈസിലി ഒബ്റ്റെയിൻഡ് ഇൻ ലാബ്. ലാബോറട്ടറി കണ്ടീഷനിൽ ഇതിനെ റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസിയാണ്. ദെൻ റെഗുലർ അപ്പിയറൻസ് ഓഫ് ദ സോമൈറ്റ്സ് ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റേജ് ഓഫ് ദ എംബ്രിയോ. സോമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ വരുന്ന ചില ബ്ലോക്ക് ലൈക്ക് പോർഷൻസ് ആണ്. ഇതിൻ്റെ എംബ്രിയോയിൽ വരുന്ന ബ്ലോക്ക് ലൈക്ക് പോർഷൻസ് ആണ്. ഇതിനെ കൗണ്ട് ചെയ്യുക, അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ അനലൈസ് ചെയ്യുക. ഇതൊക്കെ വഴി ഈ ഓർഗാനിസത്തിൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഗ്യാമേറ്റ്സ് ഒന്ന് അനലൈസ് ചെയ്യാം. സ്പേമിന് സാധാരണ രീതിയിൽ വെർട്ടിബ്രേറ്റിൻ്റെ സ്പേമിന് ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ഉണ്ട്. 3 പോർഷൻസ് ആണുള്ളത്: ഹെഡ്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളൊരു സെല്ലാണ്. ഹെഡ് സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. പിന്നെ മിഡിൽ പീസ് എന്ന് പറഞ്ഞാൽ അത്ര പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ഈ ഹെഡും മിഡിൽ പീസും സംവാട്ട് ഫ്യൂസ്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു ആർക്കിടെക്ചറാണ്. ഇതിൻ്റെ ഹെഡിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്താണ് മെയിലിൻ്റെ ഹാപ്ലോയിഡ് ക്രോമസോംസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ന്യൂക്ലിയസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട്, അതായത് ഏറ്റവും ഹെഡിൻ്റെ എക്സ്ട്രീം ടിപ്പിലായിട്ട് അക്രോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ അക്രോസോമൽ വെസിക്കിൾ ഉണ്ട്. ഈ അക്രോസോമൽ വെസിക്കിളിനകത്തുള്ള കണ്ടൻസ് ആണ് ഓവത്തിനെ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടി സ്പേമിനെ സഹായിക്കുന്നത്. മിഡിൽ പീസ് മെയിനായിട്ട് അതിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത് പ്രോക്സിമൽ ഡിസ്റ്റൽ സെൻട്രിയോൾസ് ആണ്. അത് ഫ്ലാജെല്ലയുടെ അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. പിന്നെ ഫ്ലാജെല്ലയ്ക്ക് പ്രോപ്പറായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എഗ്ഗിൻ്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഒരു മെഗാ ലെസൈത്തൽ അല്ലെങ്കിൽ മാക്രോ ലെസൈത്തൽ എഗ്ഗാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. റെപ്റ്റൈൽസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ എഗ്ഗ് ഇതേ ഫോർമേഷനാണ് കാണിക്കുന്നത്. പിന്നെ ഇതൊരു ടീലോ ലെസൈത്തൽ കണ്ടീഷനും കൂടിയാണ്. യോക്ക് ഒരു പർട്ടിക്കുലർ പോർഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ജെർമിനൽ ഡിസ്ക് എന്ന് പറയുന്ന പർട്ടിക്കുലർ പോർഷനിൽ മാത്രമാണ് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ക്ലീഡോയിക് എഗ്ഗാണ്, ഷെൽഡ് എഗ്ഗാണ്. കാൽസ്യം കാർബണേറ്റിൻ്റെ ഒരു എക്സ്റ്റേണൽ കവറിങ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൽബുമിൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, തിക്ക് ആൻഡ് തിൻ ആൽബുമിൻ. ഇനി നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് പോർഷൻസും ഓവുലേഷൻ പ്രോസസ്സും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. മെഗാ ലെസൈത്തൽ, ടീലോ ലെസൈത്തൽ എഗ്ഗാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ യോക്ക്, ആൽബുമിൻ, ഷെൽ ഇതൊക്കെയാണ് പ്രിൻസിപ്പൽ കോമ്പോണൻസ്. യോക്ക് ഫ്രീ ആയിട്ടുള്ള സൈറ്റോപ്ലാസ്മിക് പോർഷന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോ ഡിസ്ക് അല്ലെങ്കിൽ ജെർമിനൽ ഡിസ്ക്. ഇവിടെ ഈ പർട്ടിക്കുലർ പോയിന്റാണ് ജെർമിനൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് യോക്ക് വരും. ഇതിനെ രണ്ടിനെയും എൻക്ലോസ് ചെയ്ത് ഒരു മെംബ്രെയിൻ ഉണ്ട്. ദാറ്റ് മെംബ്രെയിൻ ഈസ് കോൾഡ് വൈറ്റലൈൻ മെംബ്രെയിൻ. ദെൻ യോക്ക് occupies the inner part of the egg. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പോർഷൻ ഈ യോക്കാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. യോക്കാണ് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ടൈപ്പാണ് വരുന്നത്: യെല്ലോ യോക്ക് ആൻഡ് വൈറ്റ് യോക്ക്. ദ യോക്ക് ആൻഡ് ദ ബ്ലാസ്റ്റോഡിസ്ക് ആർ സറൗണ്ടഡ് ബൈ വൈറ്റലൈൻ മെംബ്രെയിൻ. ഇതിന് രണ്ടിന് ചുറ്റും ഒരു മെംബ്രെയിനസ് ആയിട്ടുള്ള കവറിംഗ് ഉണ്ട്. ദാറ്റ് മെംബ്രെയിൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇസ് കോൾഡ് വൈറ്റലൈൻ മെംബ്രെയിൻ. ഇനി ചലാസ എന്ന് പറയുന്നൊരു സ്ട്രക്ചർ ഉണ്ട്. ഈ യോക്കിനെ അതിൻ്റെ സെൻട്രൽ പൊസിഷനിൽ തന്നെ ഒക്യുപ്പൈ ചെയ്ത് നിലനിർത്തുന്നത് ചലാസ എന്ന് പറയുന്ന സ്പൈറലി കോയിൽഡ് ആയിട്ടുള്ള കോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. സ്പൈറൽ കോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ദാറ്റ് കീപ് ദ യോക്ക് സെൻറ്റേർഡ് അറൗണ്ട് ദ എഗ്. പിന്നെ ഇത് എങ്ങനെ നമ്മൾ ഇതിനെ ട്വിസ്റ്റ് ചെയ്താലും ജെർമിനൽ ഡിസ്ക് എന്ന് പറയുന്നത് അപ്പർ പോർഷനിൽ തന്നെ വരും.
അതിനുള്ള കാരണം ഈ ചലാസ എന്ന് പറയുന്ന കോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിൻ്റെ ആക്ഷനാണ്, അവൻ്റെ മൂവ്മെൻ്റ് ആണ്. ആക്ട് ആൻഡ് ആക്സിസ് അറൌണ്ട് വിച്ച് യോക്ക് ക്യാൻ ബി റൊട്ടേറ്റഡ്. ചലാസ സറൗണ്ട് ചെയ്ത് ആൽബുമിൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൽബുമിൻ 2 ടൈപ്പാണ് വരുന്നത്, തിക്ക് ആൻഡ് തിൻ ആൽബുമിൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, യോക്കിനെ സറൗണ്ട് ചെയ്ത് വരുന്ന ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ആ പ്രോട്ടീൻ്റെ കോട്ടെന്ന് പറയുന്നത് തിക്ക് ആൽബുമിൻ ആണ് ആദ്യമേ വരുന്നത്. അതിനുശേഷം ഒരു തിൻ ആൽബുമിൻ്റെ കവറിങ് ഉണ്ട്. സറൗണ്ടിങ് ദ ആൽബുമിൻ ലെയർ എഗ് ഷെൽ ഈസ് പ്രസൻറ്റ്. ഇതിനെ കവർ ചെയ്താണ് എഗ് ഷെല്ല് എക്സിസ്റ്റ് ചെയ്യുന്നത്. 2 ലെയേഴ്സാണ്, മെംബ്രെയിൻസ് ആണ് എഗ് ഷെല്ലിന് ഉള്ളത്, ഔട്ടർ ആൻഡ് ഇന്നർ ഷെൽ മെംബ്രെയിൻസ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു പർട്ടിക്കുലർ പോർഷനിൽ ബ്രോഡായിട്ടുള്ള എൻഡിൽ, എഗ്ഗിൻ്റെ ബ്രോഡായിട്ട് എൻഡിൽ ഒരു ക്യാവിറ്റി പോലെയുള്ള പോർഷനുണ്ട്. അതിന് പറയുന്ന പേരാണ് എയർ സെൽ. ആൻ എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ഔട്ടർ ആൻഡ് ഇന്നർ ഷെൽ മെംബ്രെയിൻസ് അറ്റ് ദ ബ്രോഡ് സെക്ഷൻ വിച്ച് ഈസ് കോൾഡ് എയർ സെൽ. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് എയർ സെൽ എന്ന് പറയുന്നത്. അത് ഇന്നർ മെമ്പറിൻ്റെയും ഔട്ടർ മെമ്പറിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു എംപ്റ്റി സ്പേസ് ആണ്. ഇനി ഷെല്ലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഷെല്ലിന് നേരത്തെ തന്നെ പറഞ്ഞു ഔട്ടർ ഒരു കാൽസൈറ്റ് ലെയർ ഉണ്ട്. ഇതാണ് ആക്ച്വലി കാൽസ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റലൈൻ ഫോം, ഹാർഡായിട്ടുള്ള ആർക്കിടെക്ചർ കൊടുക്കുന്നത്. ഒരു പോറസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പിന്നെ അകത്ത് ഇന്നർ ആൻഡ് ഔട്ടർ ഷെൽ മെംബ്രെയിൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കോപ്പുലേഷൻ, ഫെർട്ടിലൈസേഷൻ, എഗ് ഡെവലപ്മെൻറ്റ്, ഇതിനെക്കുറിച്ചാണ് ഇനി മനസ്സിലാക്കിയെടുക്കേണ്ടത്. ആദ്യമേ തന്നെ കോപ്പുലേഷൻ അല്ലെങ്കിൽ സെക്ഷുവൽ കോണ്ടാക്ട് എന്ന് പറയുന്ന ആക്ട്, അതിനെക്കുറിച്ച് പറയാം. കോർട്ട്ഷിപ്പ് ബിഹേവിയർ മെയില് ഡിസ്പ്ലേ ചെയ്യും. സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാവും. അതിനെ ഫീമെയിൽ ജഡ്ജ് ചെയ്തതിന് ശേഷം ഫീമെയിൽ മെയിലിനെ മീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. 2 പേർക്കും ക്ലോയേക്ക എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഉള്ളത്. മെയിൽസിൻ്റെ ടെസ്റ്റിക്കിൾസിൽ നിന്ന് റിലീസ്ഡ് ആകുന്ന സ്പേം ക്ലോയേക്ക വഴി ഫീമെയിൽസിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് റിലീസ്ഡ് ആവുന്നു. ഫീമെയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവരുടെ ക്ലോയേക്ക ഉപയോഗിച്ചിട്ട് ഇതിനെ റിസീവ് ചെയ്യുന്നു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത സിംഗിൾ ഓവറിയും സിംഗിൾ ഓവിഡക്റ്റുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓവറിയിൽ പല മച്ചുറേഷൻ സ്റ്റേജിലുള്ള ഓവ കാണാൻ സാധിക്കും. അത് ഫൈനലി ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി റിലീസ്ഡ് ആവുന്നു. അത് ഓവിഡക്റ്റ് കളക്ട് ചെയ്യുന്നു. ഒറ്റ ഓവിഡക്റ്റും ഒറ്റ ഓവറിയുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓവിഡക്റ്റിൻ്റെ ഇൻഫൻറ്റിബുലം എന്ന് പറയുന്ന പോർഷനിലേക്ക് എത്തുന്നു. ഈ പർട്ടിക്കുലർ പോർഷനിലാണ് സ്പേം ഫെർട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻസ്, അതായത് ഈ ഔട്ടർ വെൻറ്റിൽ നിന്ന് സ്പേം ഈ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് അവസാനം ഇവിടെ എത്തിയാൽ മാത്രമേ ഉള്ളൂ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ആ പർട്ടിക്കുലർ എംബ്രിയോ ഏർലി സ്റ്റേജ് ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴേക്കിന് അതിന് അഡീഷണൽ ആയിട്ടുള്ള ആൽബുമിൻ കോട്ടും അതുപോലെ തന്നെ ഷെല്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഓവുലേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അഡൽട്ട് ഹെന്നിന് ഒരു ഓവറിയും അതുപോലെ തന്നെ ഓവിഡക്റ്റ് മാത്രമേ കാണത്തുള്ളൂ. ഈ ഓവറിക്കകത്ത് പലതരത്തിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലുള്ള ഓവ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓവറിയൻ ഫോളിക്കിൾസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സിലാണ് ഊസൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നത്. യോക്ക് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഊസൈറ്റ് ഗ്രോ ചെയ്യുന്നത്. ആദ്യമേ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് വൈറ്റ് യോക്കാണ്, പിന്നീടാണ് യെല്ലോ യോക്ക് വരുന്നത്. ഈ ഊസൈറ്റ് ഫുള്ളി മച്യൂർ ആകുമ്പോഴേക്കിന് ഒവേറിയൻ ഫോളിക്കിൾസ് റപ്ചർ ചെയ്ത് ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. ഓവുലേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫസ്റ്റ് മച്ചുറേഷൻ ഡിവിഷൻ നടക്കുന്നു. അതായത് സെക്കൻഡറി ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. ഈ ഫസ്റ്റ് പോളാർ ബോഡി സെക്കൻഡറി ഊസൈറ്റിൻ്റെ കൂടെ തന്നെ ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. സെക്കൻഡറി ഊസൈറ്റ് ഓവിഡക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. സെക്കൻഡറി ഊസൈറ്റ് ആണ് ഓവുലേഷൻ്റെ ഫലമായിട്ട് റിലീസ് ചെയ്തത്. ഇതിൻ്റെ സെക്കൻഡ് മച്ചുറേഷൻ ഡിവിഷൻ സ്പേം പെനട്രേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കംപ്ലീറ്റഡ് ആകത്തുള്ളൂ. അപ്പോൾ ഫൈനലായിട്ടുള്ള ഓവവും അതുപോലെ തന്നെ സെക്കൻഡ് പോളാർ ബോഡിയും ലിബറേറ്റഡ് ആകും. ഓവം ഫെർട്ടിലൈസ്ഡ് ആകുന്നത് ഓവിഡക്റ്റിൻ്റെ അപ്പർ പോർഷനിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ കോഴ്സ് ഓഫ് മൂവ്മെൻ്റ് ഒക്കെ കാണാൻ സാധിക്കും. ഓവറിയിൽ നിന്ന് റിലീസ്ഡ് ആകുന്ന ഓവുലേഷൻ വഴി റിലീസ്ഡ് ആകുന്ന ഓവത്തെ ഓവറിയുടെ ഇൻഫൻഡിബുലം പോർഷൻ ക്യാച്ച് ചെയ്യുന്നു.
പിന്നീട് ആ പർട്ടിക്കുലർ അപ്പർ പോർഷനിൽ വെച്ചിട്ട് തന്നെ ഫെർട്ടിലൈസേഷൻ പ്രോസസ് നടക്കുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫോർമേഷൻ ഓഫ് ആക്സസറി കവറിങ്സ് ഓഫ് ദ ഓവം. അതായത് ആൽബുമിൻ, ഷെല്ല് ഇതൊക്കെ സെക്രീറ്റ് ചെയ്യപ്പെടണം. അതെല്ലാം ഈ പർട്ടിക്കുലർ സ്ട്രക്ചറിൻ്റെ മുകളിലൂടെ ഡെവലപ്പ് ചെയ്യണം. As the egg passes down the oviduct, albumin, shell membranes and shell are formed. Due to the spiral arrangement of the oviduct, the egg get twisted as it moves towards the cloaca. ഇപ്പോൾ ഈ ഓവിഡക്റ്റ് എന്നത് ഒരു സംവാട്ട് സ്പൈറൽ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പൈറലായിട്ട് ട്വിസ്റ്റഡ് ആയിരിക്കുന്ന ഓവിഡക്റ്റിലൂടെ ഈ എഗ്ഗ് മൂവ് ചെയ്യുമ്പോഴേക്കിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പല സ്ട്രക്ചേഴ്സും കവറിങ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ക്ലോയേക്ക എന്ന് പറയുന്ന റീജിയനിൽ എത്തുമ്പോഴേക്കിന് ഓരോരോ സ്ട്രക്ചേഴ്സ്, ആൽബുമിൻ കവറിങ് ഉണ്ടാവും, ഷെൽ മെംബ്രെയിൻസ് ഉണ്ടാവും, ദെൻ ഷെല്ല് ഡെവലപ്പ് ചെയ്യും. സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ചലാസയും ഈ ട്വിസ്റ്റിംഗ് മോഷൻ്റെ ഫലമായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് യോക്കിനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുന്നത്. ആൽബുമിൻ കോട്ടാണ് ആദ്യമേ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഷെൽ മെംബ്രെയിൻ ഉണ്ടാവുന്നു. ഫൈനലായിട്ട് ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് ഷെല്ല്. ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. എഗ് വൈറ്റ് ഫോർമേഷൻ ഇവിടെ വെച്ച് ഇനീഷ്യേറ്റഡ് ആവുന്നു. അതായത് ആൽബുമിൻ കോട്ട് തിക്ക് ലെയറും തിൻ ലെയറും ഒക്കെ സീക്വൻഷ്യലായിട്ട് ആഡ് ചെയ്യപ്പെടുന്നു. ഈ പർട്ടിക്കുലർ പോർഷനിലായി ആകുമ്പോഴേക്കിന് ഷെൽ മെംബ്രെയിൻസ്, ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും ഉണ്ടാകുന്നു. ഇനി ഷെൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ പോർഷനിലേക്ക് എത്തുമ്പോഴേക്കിനാണ് ഷെല്ലിൻ്റെ ഫോർമേഷൻ കംപ്ലീറ്റഡ് ആകുന്നത്. അതായത് കാൽസൈറ്റ് ഡിപ്പോസിറ്റ്, ക്രിസ്റ്റലൈൻ കാൽസ്യം കാർബണേറ്റിൻ്റെ ഡിപ്പോസിഷൻ നടക്കുന്നത് ഈ ഷെൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ്. അപ്പോൾ ആ പോർഷനിൽ എത്തുമ്പോഴേക്കിന് ഷെല്ലിൻ്റെ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് നടക്കും. ഈ പർട്ടിക്കുലർ പോർഷനിലേക്ക് എത്തുന്നു. ആ പോർഷനിൽ എത്തുമ്പോഴേക്കിനാണ്, അതായത് ലാസ്റ്റ് ഇത് റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇതിൻ്റെ പിഗ്മെൻറ്റും അതുപോലെ തന്നെ ബ്ലൂമും ഉണ്ടാകുന്നത്. പിഗ്മെൻറ്റ് അതായത് ഓരോ സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് ഇതിന് കളറേഷനുണ്ട്, എഗ്ഗിന് കളറേഷനുണ്ട്. പിന്നെ ബ്ലൂം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷൈനി അപ്പിയറൻസ് ആണ്. ഇനി ഫർദർ എഗ്ഗ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഏകദേശം 38 to 40 ഡിഗ്രി സെൽഷ്യസ് അത്യാവശ്യമാണ്. അത് ഫർദർ ഹാച്ച് ചെയ്തതിന് ശേഷം ഇൻക്യുബേഷൻ പ്രോപ്പറായിട്ട് മദർ പ്രൊവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഇൻക്യുബേറ്റ് ചെയ്താലും ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റഡ് ആവും. ഇതൊക്കെയാണ് പ്രിലിമിനറി ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇനി അഡീഷണൽ ആയിട്ട് ക്ലീവേജ്, പ്ലാസ്റ്റിലേഷൻ, ഫേറ്റ് മാപ്പ്, ഗ്യാസ്ട്രലേഷൻ ഒക്കെ അടുത്ത സെഷൻസിൽ ഡിസ്കസ് ചെയ്യും.